ആയുർവേദ കോസ്മെറ്റോളജിയും മോഡേൺ കോസ്മെറ്റോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ. സോ ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുമ്പോൾ ആയുർവേദ കോസ്മെറ്റോളജി, മോഡേൺ കോസ്മെറ്റോളജിയിൽ നമ്മൾ മെയിനായിട്ടും ഇപ്പം ഒരു സ്കിൻ കൺസേണുമായിട്ടൊരു പേഷ്യൻ്റ് വരുന്നു. അപ്പോൾ അത് പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു സർഫസ് ലെവൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കൂടുതലും ഒരു മോഡേൺ കോസ്മെറ്റോളജിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം ആയുർവേദ കോസ്മെറ്റോളജിയിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു സർഫസ് ലെവൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു ഓവറോൾ ഹെൽത്ത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, പിന്നെ അവരുടെ ആ ഒരു പ്രോപ്പർ ഹിസ്റ്ററി, അതാണ് മെയിനായിട്ട്. നമ്മൾ അവരുടെ ഹിസ്റ്ററി മൊത്തം നമ്മൾ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് ഓക്കെ ഈ കാരണം കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ചിലപ്പോൾ അവരുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ഉറക്കം പ്രോപ്പർ അല്ലായിരിക്കും, അവർ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ലായിരിക്കും, പിന്നെ അവർക്ക് ഭയങ്കര സ്ട്രെസ്, ആങ്സൈറ്റി ലെവൽ ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഓൾറെഡി ആ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള റീസൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പിഗ്മെൻറ്റേഷനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാതെ ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ അവരുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആദ്യം ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വന്നുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദ കോസ്മെറ്റോളജിയിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വൈൽ മോഡേൺ കോസ്മെറ്റോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻജെക്റ്റബിൾസ് ഉണ്ട്, അതുപോലെ കോസ്മാസ്യൂട്ടിക്കൽസ്, കൂടുതലും മെഷീൻസ് വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഈ എസ്തെറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോഡേൺ കോസ്മെറ്റോളജിയിലിട്ട് വരുമ്പോൾ കൂടുതലും വരുന്നത്. ഇതിന് രണ്ടിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, രണ്ടിൻ്റേതായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്.